ഹലോ, നമസ്കാരമുണ്ട്. അമ്മ അമ്മ എന്നുള്ള ആ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ പറയണമെന്നില്ല, വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അമ്മയെക്കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കണം തോന്നി. അതിന് കാരണമുണ്ട്. ഒരു മെയിൻ കാരണം, ഈ കഴിഞ്ഞ ഒക്ടോബർ 23 എൻ്റെ അമ്മ മരിച്ചു. ഇപ്പോൾ ഈ ചാനൽ കാണുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പം അമ്മയും ഞാനും കൂടിയിട്ടുള്ള സൊറപറച്ചിലൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പം അത് കണ്ടിട്ടുണ്ടെങ്കിൽ പരിചിതമായിരിക്കാൻ മതി. പക്ഷെ എന്തുകൊണ്ടൊരു വീഡിയോ എന്നുള്ളത്, കാരണം ആൾക്കാർ ഇപ്പം ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖാചരണം, അതിൻ്റെ വിഷമം, ഇതൊക്കെയാണ്. അപ്പം എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ അച്ഛൻ മരിച്ചത് 36 വർഷം മുമ്പെയാണ്. എനിക്ക് 17 വയസ്സുള്ളപ്പം. അപ്പം അച്ഛൻ മരിച്ച സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ ഞാൻ പ്രീ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അതായത് ഇന്നത്തെ 12th. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് വളരെ വിഷമായി. അപ്പോൾ എനിക്ക് വിഷമാണെന്നുള്ളതുകൊണ്ട് വിഷമായി. പക്ഷെ ആരും എനിക്കറിഞ്ഞുകൂടാ അവർക്ക് എൻ്റെ ആ വിഷമവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ 17 വയസ്സുള്ള സമയത്ത് ഒരാളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത്, അല്ലെ അമ്മ മരിക്കുന്ന സമയത്ത്, കൂടെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് നമ്മൾക്കും സംഭവിക്കും ചിലപ്പോൾ അടുത്ത് തന്നെ എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ ഞാനൊരു 50കളിൽ നമ്മളുടെ അച്ഛനോ അമ്മയോ മരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നെങ്കിൽ അവർ ഇതേ വഴിയിൽ കൂടെ റീസെൻ്റ്ലി സഞ്ചരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അവരിങ്ങനത്തെ ഒരു വാർത്ത അവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്, ദിസ് ഈസ് എ പോസിബിലിറ്റി എന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കാൻ മതി. അതുകൊണ്ട് എനിക്കെന്തോ 50-ാം വയസ്സിൽ അമ്മ മരിക്കുമ്പോൾ ആൾക്കാർക്ക് എൻ്റെ വിഷമം കൂടുതൽ മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ആ ഗ്രീവിങ് പ്രോസസ്സും ഇതിൻ്റെ ഒക്ടോബർ 23 കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. ഓർഫൻ, അനാഥത്വം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളെ മനസ്സിൽ ഒരു കുട്ടിയുടെ മുഖമാണ് ഓർമ്മ വരിക. അറ്റ്ലീസ്റ്റ് എനിക്ക് ഓർഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാഥൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സാണ്. കാരണം നമുക്ക് ഒരിക്കലും വലിയൊരാൾ, ഒരു 19 വയസ്സുള്ളൊരു വ്യക്തി അനാഥമാവുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ എൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ 36 വർഷം മുമ്പ് മരിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ മരിച്ചു. അപ്പോൾ അമ്മയും കൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പ്രവാസിയാവുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നാടുമായിട്ട് നമ്മളെ വളരെ ക്ലോസ് ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അമ്മയാണ്. അത് നാടിനോട് നമുക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും അവിടെ അമ്മയും അച്ഛനും ഇല്ല എന്ന് പറയുന്ന സമയത്ത് നാടുമായിട്ടുള്ള കണക്ഷൻ ഒക്കെയോ മുറിഞ്ഞു പോകുന്നുണ്ട്. നമ്മളുടെ ആ ഒരു അംബ്ലിക്കൽ കോഡ് വിത്ത് അവർ ലാൻഡ് അങ്ങോട്ട് മുറിഞ്ഞു പോകുന്ന മാതിരി പ്രവാസി എന്നുള്ള രീതിയിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത് തോന്നുന്നത്. പക്ഷേ എന്നോട് മുമ്പേ എൻ്റെ വേറെ ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെയും അച്ഛനും അമ്മയും മരിച്ചുപോയെ. അപ്പോൾ അവർ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ കുഴപ്പമില്ല, അവിടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ, അതായത് ആരെങ്കിലും ഒരാളവിടെ ഉണ്ടാവുന്നിടത്തോളം കാലം നമുക്ക് ഈ കണക്ഷനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോവില്ല എന്നോ, നാട്ടിലുള്ള ആൾക്കാരെ കാണില്ല എന്നോ, നാടിനോട് സ്നേഹമില്ല എന്നൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നാട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാവാനില്ല എന്നുള്ളൊരു തോന്നൽ. നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അമ്മയും അച്ഛനും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു അനാഥത്വം ഫീൽ ചെയ്യും. അതായത് ഒരു 50 വയസ്സിലും 60 വയസ്സിലും 70 വയസ്സിലും 90 വയസ്സിലും എപ്പോഴാണ് അച്ഛനും അമ്മയും രണ്ടുപേരും ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിൽ അനാഥത്വം ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ചില സംഭവങ്ങൾ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത്, അല്ലെങ്കിൽ ആ കാലത്ത്, ഇപ്പോൾ 80കളിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഫോണൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ളൊരു കാലമാണ്.
അപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മരണ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ വ്യക്തിനെ കിടത്തിയിട്ടുണ്ടാവും, കൂടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ അപ്പം നമ്മളെന്താ ചെയ്യുക, എന്ത് പറ്റി എന്തായിരുന്നു. അപ്പോൾ അവിടെ വന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കും, എന്ത് പറ്റി, എന്താണ്, ഏതാണ് എന്നുള്ളത് ചോദിക്കുക ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആ വിഷമിച്ചിരിക്കുന്ന ഇപ്പം ഭർത്താവ് മരിച്ച ഭാര്യനോടോ കുട്ടികളുടെ അവരോട് നേരിട്ട് അവരെ കാണും ദൂരത്ത് നിന്ന് പറയാന്നുള്ളതല്ലാണ്ട് അവരോട് സംസാരിക്കുന്ന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് വാട്സാപ്പും ഫോണും ഒക്കെ ഉള്ള സമയത്ത് കണ്ട വലിയൊരു എനിക്കൊരു മാറ്റം എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചു, പക്ഷേ ചില ആൾക്കാർ വിളിച്ചു. അപ്പോൾ നമുക്ക് വിളിക്കാൻ ഫോൺ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഇനി ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയല്ല. 1-2 ഫോണുകൾ എടുത്തു. അപ്പോൾ എല്ലാ ഫോണിലും ചോദ്യം എന്താണ്, എന്തായിരുന്നു, എന്താ പെട്ടെന്ന്, മരണം എപ്പോഴും പെട്ടെന്നാണല്ലോ, എന്താ. അപ്പോൾ ഒരേ കാര്യം ഒരാളുടെ റിപ്പീറ്റ് ചെയ്തു, വേറൊരാളുടെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ നേരെ ഞാൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അനിയത്തിയും പറഞ്ഞു, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്കിൻ്റെ അൽഗോരിതമല്ല, എല്ലാവരെയും കാണിച്ചോളണമെന്നില്ലല്ലോ. ഇത് കാണാതെ വീണ്ടും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. ഒരാളുടെ വിട്ടിട്ട് മാത്രമേ ഞാൻ മെസ്സേജ് അയച്ചുള്ളൂ. കാരണം അയാൾ ഒരു പ്രാവശ്യം വിളിച്ചു, ഞാൻ കട്ട് ചെയ്തു, വീണ്ടും വിളിച്ചു, കട്ട് ചെയ്തു, വീണ്ടും വിളിച്ചു, കട്ട് ചെയ്തു. അവസാനം ഞാൻ മെസ്സേജ് അയച്ചു, സുഹൃത്തെ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, എനിക്കത്ര അങ്ങനെ സംസാരിക്കണം താല്പര്യമുള്ള ആളുമല്ല. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ കണ്ടോളൻസ് കോളുകൾ ഇപ്പോൾ എടുക്കുന്നില്ല, എല്ലാ സ്ഥലത്തും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ല, എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, കണ്ടോളൻസ് പറയാൻ വേണ്ടിയിട്ട് വേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെന്നല്ല മരിക്കുമ്പോൾ എനിക്കൊന്നും ചില സമയത്ത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ അടുത്തുള്ള ആരുടെയെങ്കിലും അടുത്തൊരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഫോണിൽ വിളിക്കില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. കാരണം അതിനുള്ളൊരു സമയം കൊടുക്കണം, അത് ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു സാധനമെന്ന് എനിക്ക് തോന്നി. എന്നെ വിളിക്കാത്ത ആൾക്കാരോടും വിളിച്ച ആൾക്കാരോടൊക്കെ അതൊക്കെ കൺസേൺ കാരണമാണ് ആൾക്കാർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു റിസീവർ എൻഡിൽ നിന്ന് ആ സമയത്തുള്ള കാര്യം ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇനിയും ആൾക്കാർ മരിക്കും, ഇനിയും ആൾക്കാർ ആ സങ്കടത്തൂടെ, വിഷമത്തൂടെ, ദുഃഖത്തൂടെ പോകുന്ന സമയത്ത് വാട്സാപ്പിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കൺസേൺ ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ അത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെങ്കിലും അത് ആ സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ട് നമ്മൾ ആക്കണം. സഹായം വേണമെന്നുള്ളൊരു മെസ്സേജ് അയക്കാം, നത്തിങ്. ചിലപ്പോൾ നമുക്ക് സഹായം ആവശ്യമുണ്ടാവാൻ മതി, ചിലപ്പോൾ സഹായം ആവശ്യമുണ്ടാവില്ല. പക്ഷെ നമ്മൾ വളരെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ദുഃഖം എന്ന് പറയുന്നത്, ഈ ദുഃഖം എന്നൊക്കെ പറയണത് നമുക്ക് നമ്മളുടെ കൺട്രോളിലല്ല ഒരിക്കലും ദുഃഖം എന്ന് പറയുന്നത് വരുന്നത്. ദുഃഖം എന്ന് പറയണത് നമുക്കിപ്പോൾ എൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മരിച്ചു എന്നറിയുന്ന സമയത്ത് പുലർച്ച 2-2:30-3 മണിൻ്റെ മുമ്പാണ്. അപ്പോൾ ഭയങ്കര വിഷമം വന്നു, കരഞ്ഞു. ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഒരു എന്തൊക്കെയോ നഷ്ടപ്പെട്ട മാതിരി ഒരു തോന്നൽ. അതിന് ഉറങ്ങി പിന്നെ രാവിലെ എണീച്ചപ്പോഴേക്കൊരു ഒരുതരം മൈൻഡ് ബ്ലോക്കാണ്. അപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ വേണ്ടി. ആ നാട്ടിലേക്കുള്ള ഒരു 23 മണിക്കൂറിൻ്റെ യാത്ര അമേരിക്കയിൽ നിന്ന് ബാംഗ്ലൂർ വരെ. അത് ഒറ്റയ്ക്ക്, പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല, സിനിമ കാണാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ ഓർമ്മകൾ വരിക. കാരണം അപ്പോൾ ഒരു സ്റ്റേജ് ഓഫ് ദുഃഖാചരണം, ആ ഒരു ഗ്രീവിങ് പ്രോസസ്സ് ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഘട്ടം കഴിയും. ഇത് പല പല ഘട്ടങ്ങളാണ് ഈ സാധനത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ തോട്ട് വരുന്നത് എന്താ വെച്ചാൽ, എപ്പോഴും ബാംഗ്ലൂർ പോകുമ്പോൾ അമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഇപ്രാവശ്യം ഇല്ലല്ലോ എന്നുള്ളൊരു ഫണ്ട്. അങ്ങനെ അവിടെ പോകുന്നു, വെള്ളിയാഴ്ച അവിടെ എത്തുന്നു, 25-ാം തീയതി വെള്ളിയാഴ്ച അവിടെ എത്തുന്നു. അമ്മയുടെ ബോഡി കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ എന്താ പറയുക, പല രീതിയിലാണ്. എങ്ങനെയാണ് അനിയത്തിനെ കാണുമ്പോൾ എങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ, എന്തായിരിക്കും, ഏതായിരിക്കും എന്നുള്ള തോട്ടിലുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ കണ്ടപാട് കെട്ടിപ്പിടിച്ച് കരയുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് പ്രോബ്ലി എൻ്റെ ആ ഒരു കരച്ചിലും ഇതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, അനിയത്തിയുടെയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കാൻ മതി. അങ്ങനെ ഒരു കരയുന്ന പരിപാടിയൊന്നുമില്ല. അമ്മയുടെ ബോഡി കൊണ്ടുവന്ന സമയത്തും അങ്ങനെ
ഒരു കരച്ചിൽ എന്നുള്ളതൊന്നുമില്ല. വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ കരച്ചിൽ എന്നുള്ള ഇവർ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കരയാൻ തോന്നുമ്പോഴൊക്കെ കരയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് നമ്മളുടെ ഒരു അതങ്ങ് വരണം. നമ്മൾ ആ ഒരു വൾണറബിൾ ആവാൻ, നമ്മളുടെ ആ ഒരു കംഫേർട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാൻ കുറച്ച് ചിലപ്പോൾ സമയം എടുക്കാൻ മതി. പക്ഷെ കരച്ചിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, ഞങ്ങളുമായിട്ട് ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അവർ വന്നിട്ട്, ഇപ്പം അമ്മയുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനത്തെ വളരെ ക്ലോസ് ഫാമിലി ആൾക്കാർ, പിന്നെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർ, അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അപ്പം അവർ കരയും. അപ്പം അവരുടെ ആ വിഷമത്തു കൂടെ, അവരുടെ ആ ഒരു ദുഃഖത്തിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതങ്ങ് പോവും. അനിയത്തിക്കും അതായിരുന്നു. ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടാളും മാത്രം നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചില തമാശയൊക്കെ പറഞ്ഞ്, അപ്പം അനിയത്തി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, ICUവിൽ എങ്ങനെയായിരുന്നു, എന്താ ഏതാന്നൊക്കെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിനോട് പറഞ്ഞു, ഇപ്പം എന്തായാലും അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പോൾ പാഞ്ഞ് വരും, എന്നിട്ട് പറയും ഇജ്ജ് പറഞ്ഞത് ശരിയല്ല, എൻ്റെ വരണല്ല, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ആ ഒരു റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമാവുന്ന സമയത്ത്, കാരണം 50-55 വർഷമായിട്ട് അമ്മ ഡയബറ്റിക് ആണ്. ആൻഡ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഫ്യൂ വീക്സ്, മേ ബി കഴിഞ്ഞ വർഷം ഒരു ഗോൾ ബ്ലാഡറിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ എവറി ടൈം ഒരു പ്രായത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡയബറ്റീസൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഒരു സർജറിയോ പ്രൊസീജിയറോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറേശ്ശെ കുറയും. ഈ ഇവൻച്വാലിറ്റി ഞാനും അമ്മയും കൂടി സംസാരിച്ചിട്ടുണ്ട്, ഞാനും സിസ്റ്ററും കൂടി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതിനൊന്നൊരു റിക്കവറി എന്നുള്ളൊരു സ്റ്റേജ് ഇല്ല. അതായത് കുഴപ്പമില്ലാണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയാതെ പ്രൊലോങ് ചെയ്യുക കഴിയുന്നത്ര എന്നുള്ളതാണ്. അല്ലാണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടി വേദനിച്ചിട്ട് ജീവിതം കണ്ടിന്യൂ ചെയ്യരുത്. അമ്മയ്ക്കും താല്പര്യമില്ല, ഞങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ICUവിൽ പോയിട്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് ആ വെൻറ്റിലേറ്ററിലേക്ക് ഇതാക്കിയൊരു കാരണം കിഡ്നിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് അത് മാറ്റാൻ വേണ്ടി BP കുറഞ്ഞു. BP കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ ചെയ്യണം, അതിന് വെൻറ്റിലേറ്ററിലേക്ക് ഇടണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വെൻറ്റിലേറ്ററിൽ ഇട്ടപ്പോൾ തന്നെ 10 മിനിറ്റിനുള്ളിൽ ഷീ ഹാഡ് എ കാർഡിയാക് അറസ്റ്റ്. അമ്മയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കണം എന്നായിരുന്നു അമ്മയുടെ വലിയൊരു ആഗ്രഹം. കാരണം വെച്ചാൽ അച്ഛൻ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ് മരിച്ചത്. അമ്മ പറഞ്ഞു അതങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് പോകണം, വേറെ യാതൊരു ഇതും പാടില്ല എന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നൊരു കൂട്ടത്തിലാണ്. സോ ഇറ്റ് വാസ് നോട്ട് ഒരു അമ്മയ്ക്ക് ജീവിതകാലത്ത് ഞാനൊക്കെ കൊടുത്തിട്ടുള്ളൊരു വേദന മാതിരിയൊന്നുമുള്ളൊരു വേദന അമ്മയ്ക്ക് മരണത്തിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. കാരണം ചെക്കൻ പഠിക്കുന്നില്ല, ചെക്കന് ബഹളാണ്, അതാണ് ഇവൻ്റെ കാര്യം എന്താണ് എന്നൊക്കെയുള്ള ആദി ഉണ്ടല്ലോ, ആ ഒരു ആദ്യൻ്റെ അപ്പുറമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിക്കുക. ബട്ട് എനിവേ അപ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു വിഷമം കാണുമ്പോൾ, ദുഃഖം കാണുമ്പോൾ പലപ്പോഴും ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു കൺട്രോൾ ആൻഡ് യു ഡോണ്ട് ഹാവ് ടു കൺട്രോൾ. നമുക്ക് വിഷമം ഉണ്ടാകുന്ന സമയത്ത് കരയുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്. ആളുണ്ടോ ആളില്ല എന്നുള്ളതല്ല, തോന്നുന്ന സമയത്ത് പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ലൈഫിനെ നോക്കുന്നത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിനെ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ആ മരണത്തിൻ്റെ മുകളിൽ ദുഃഖാചരണം നടത്തുക എന്നുള്ളതിൽ നിന്നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫീസാണത്. വിഷമമുണ്ടാവും, ദുഃഖം ഉണ്ടാവും, അത് ഉണ്ടാവും നമുക്ക്, അത് നമ്മൾ കൺട്രോളൊന്നും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്കറിയായിരുന്നു അവിടെയൊക്കെ നമ്മളെല്ലാം ഇതാക്കിയൊക്കെ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത്, എല്ലാ സമയത്തും തിരിച്ചു വരുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ടാവും. നടക്കാൻ വയ്യെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ താഴത്തേക്ക് വരും. അവസാനത്തെ മെയിൽ ചെയ്യാൻ വന്ന സമയത്ത് അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നാലും യാത്രയാക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഇപ്രാവശ്യം തിരിച്ചു വന്ന സമയത്ത് എനിക്കറിയാം അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എല്ലാ ദിവസവും അമ്മേനോട് സംസാരിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഒന്നെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുന്ന സമയത്ത്. ഇവിടുത്തെ സമയമൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ 7 മണി 7:30. അപ്പോൾ ഫോൺ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള, അപ്പോൾ എനിക്കറിയാം അതൊരു പ്രോസസ്സാണ്. അത് ഞാനായിട്ട് കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് നിർത്താൻ പറ്റുന്നൊരു സംഭവമല്ല. അതിങ്ങനെ കുറേശ്ശായിട്ട് നമ്മളെ മെമ്മറിയിലേക്ക് ഫെയ്ഡ് ചെയ്ത് നമ്മൾ പുതിയ ജീവിതം, പുതിയ റിതമായിട്ട് മാറിപ്പോവുക എന്നുള്ളതാണ്. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നൊരു റിതമല്ല, നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു റിതം, ജീവിതത്തിൻ്റെ ഒരു താളം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ആ ഫോൺ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ആരോ വിളിച്ചു എന്നെ.
ഒരു 7:30 വൈകുന്നേരം ഒരു 7:30 8 മണിക്ക് ആകുമ്പോഴാണ്. അത് സ്വതവേ അമ്മ വിളിക്കുന്നൊരു സമയമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് എന്താ പറയുക ഒരു കുറച്ചും കൂടി ഒരു എനർജി ഒക്കെ തോന്നുന്ന സമയമാണെങ്കിൽ അമ്മ വിളിക്കും. അങ്ങനെ ഒരു 7-8 മണിയാകുമ്പോൾ ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് അമ്മയാണോ എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ, ആ തോന്നൽ വരലും എടുക്കാൻ നോക്കുമ്പോൾ വേറെ ആരാണ്. ഞാൻ then I disconnected. I was not in the mood to talk at that time. അങ്ങനെ ഇനിയും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉണ്ടാവാം ആ ഒരു തോട്ട് ഉണ്ടാവും. അത് ദാറ്റ് ഇസ് ഹൗ. അപ്പോൾ എല്ലാവർക്കും ഓരോ ക്ലോഷറുകളുണ്ട്. ഒരാൾ ഇപ്പം അമ്മ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ, എൻ്റെ അനിയത്തി, അമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അമ്മയുടെ കൂടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, വളരെ ക്ലോസ് ആയിട്ട്, അതായത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഒരു മെസ്സേജ്. പിന്നെ വാട്സാപ്പിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ഈ ഗ്രൂപ്പുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അമ്മയായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്നെക്കാട്ടൊക്കെ കൂടുതൽ എൻ്റെ അമ്മേനെ മിസ് ചെയ്യുന്ന വേറെ പലരും ഈ ലോകത്തുണ്ട് എന്നുള്ളതും കൂടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചില സമയത്തില്ല. പക്ഷേ ഇതിനെക്കാട്ടും എപ്പോഴും ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തോന്നും കുറച്ചും കൂടി സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൽ ഇത്ര കാലം ഉണ്ടായിട്ട് അതെപ്പോഴും ഉണ്ടാവുക ചിന്ത. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, അതിനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കില്ല. പക്ഷേ മേലിൽ പോകാൻ പറ്റി, അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. മുമ്പേ ഞാൻ അമേരിക്കയിൽ വന്ന സമയത്ത് നിരന്തരം നാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് 2015 കഴിഞ്ഞതിന് ശേഷം ഓൺ എ റെഗുലർ ബേസിസ് വർഷത്തിൽ 1, 2, 3 തവണയും ഒക്കെ 4 തവണയൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ ബീൻ ദെയർ. വെറുതെ പോവുക, അമ്മയുടെ കൂടെ ഇരിക്കുക, തിരിച്ചു വരിക, വേറെ എവിടെയും പോകാണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പം ആൾക്കാർക്ക് അവരുടെ ദുഃഖത്തിൽ കൂടെ നോക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ദുഃഖം വരുന്നതായി എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിങ്ങനെ റാഷണലൈസ് ചെയ്ത് നോക്കും. അമ്മ മരിച്ചു എന്നുള്ള ഒരു റിയാലിറ്റി നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലൈഫ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്യണം ഞങ്ങളുടെ കമ്പനിയിലെ ലീഡർഷിപ്പ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പം പ്രസൻറ്റേഷന് മുമ്പ് ഞാനിങ്ങനെ എന്തോ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക, ഒരു അന്തർമുഖനാവുകയാണ്. എൻ്റെ ബോസ് അവിടെ ഉണ്ട്. ഒരു ചോദിച്ചിങ്ങനെ, എന്താണ് യു ആർ വേ ടു ഇൻട്രോസ്പെക്റ്റീവ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ച് അധികം ഉണ്ടാവും ഈ സമയത്തൊന്ന് തോക്കുന്നുണ്ട്. ഇസ് ഇറ്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചു. മരണത്തെക്കുറിച്ചൊക്കെയാണോ ചിന്ത എന്നുള്ളത്. ഞാൻ പറഞ്ഞാവുന്നല്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങിയാണ് വൈ എം ഐ ഹിയർ എന്നുള്ള ചോദ്യമാണ്. ഞാനിവിടെ എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ്. ഓരോ മരണവും നമ്മളെ കൂടുതൽ തത്വചിന്തയും ഒക്കെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും പർപ്പസിനെക്കുറിച്ചും മീനിങ്ങിനെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെ നമ്മൾക്ക് ആ ഒരു ലോങ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറപ്പില്ല, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വിൽ ഐ ബി സാഡ് ആൻഡ് നോട്ട് ഏബിൾ ടു കൺവേ വാട്ട് ഐ ഫീൽ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു. പക്ഷെ എന്തായാലും ചിലപ്പോൾ ഇതൊരു എൻ്റെ ക്ലോഷർ ആയിരിക്കാൻ മതി. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഈ ക്രിയ ചെയ്യുക, കർമ്മം ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അമ്മയും കൂടി സംസാരിച്ചിട്ടുള്ള തന്നെ. എനിക്കതിൽ വിശ്വാസമില്ല, അമ്മയ്ക്കും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അമ്മ മരിക്കുന്നതിന് മുമ്പേ ഒന്നും ഇല്ലാത്ത മാതിരി തന്നെ ആത്മീയതയായിട്ട് ഇതാക്കി. പണ്ടേ ആചാരങ്ങളായിട്ട് യാതൊരു വലിയ ഇതുണ്ടായിരുന്നില്ല ആചാരങ്ങളായിട്ട്. അപ്പോൾ ആത്മീയതയിലേക്ക് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഫിലോസഫിയൊക്കെ വായിച്ച് കഴിഞ്ഞപ്പം ഉള്ള ആചാരത്തിനുള്ള പണ്ടേ ശുഷ്കമായ ആചാരം പിന്നെ തീരെ ഇല്ലാണ്ട് തന്നെയായി. പക്ഷെ എന്നാലും അപ്പം ഞാൻ ആലോചിച്ചു, വേറെ പല ആൾക്കാർക്കും, കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അല്ലാത്തവർക്കൊക്കെ ഒരു ക്ലോഷറിന് ഈ ആചാരങ്ങളും കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ആവശ്യമുണ്ടായിരിക്കാൻ മതി എന്നുള്ളതുകൊണ്ട് എനിവൺ ഹു വാണ്ട്സ് ടു ഡു ക്യാൻ ഡു, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ മീ. അങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഞാൻ എടുത്തുള്ളത്. അപ്പം അമ്മ പറയുമായിരുന്നു ഇതൊക്കെ ചെയ്യണം, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള വിശ്വാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ നിർബന്ധങ്ങൾ എന്താണെന്നുള്ളത് അപ്രസക്തമാവുന്നൊരു സമയമാണ് അവിടെ. അതുകൊണ്ട് തന്നെ
ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിലും ആരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്നുള്ള വാശി പിടിക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പോവുക എന്നുണ്ടെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ സ്പേസും സമയവും രീതിയും ഒക്കെ ഓരോ ഇൻഡിവിജ്വലിനും അവകാശപ്പെട്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അമ്മ എന്നുള്ളതുകൊണ്ട് ഒരു വ്യക്തി എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരാളായിട്ട് മാറുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ പരിചയപ്പെട്ട അവരുടെ ജീവിതം പല രീതിയിൽ, പല മേഖലയിൽ, പല ആൾക്കാരായിട്ട് അവരൊക്കെ ആയിട്ട് അവർക്കൊക്കെ ആ ജീവിതത്തിൽ ആ ഭാവത്തിൽ ആ വാക്യൂമിൽ അവർക്കൊക്കെ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം ജസ്റ്റ് വൺ എമംഗ് ദം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പം അവിടെ ആ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ പുസ്തകം വാങ്ങി കുറച്ച് ലൈഫ് നോർമൽസിയിലേക്ക് കൊണ്ടുപോകാനുള്ള അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് അമ്മേനെ ഇവിടെ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോയി. ക്രിമിയേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാനും കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കണമെന്നുണ്ട്. എന്നിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു. ഞങ്ങളെല്ലാവരും ഇരുന്നു, ഒരു സ്മോളൊക്കെ അടിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും അച്ഛൻ മരിച്ചിട്ട് ചിരിയായിരുന്നു, ഇതായിരുന്നു. അമ്മേനെ സംബന്ധിച്ചിടത്തോളമൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മക്കൾ കഴിയുന്നതും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അതായത് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സംഭവം. അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ 45, അപ്പം ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഐ തിങ്ക് 11 days 12 days ഐ ഡോണ്ട് നോ, അത്ര ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ഞങ്ങളെ നോക്കുന്ന കാര്യം, അമ്മ സ്കൂളിലേക്ക് വന്നു. അമ്മ ഒരു വിധവയാണ് എന്നുള്ളൊരു രീതിയിൽ ജീവിക്കുക എന്നുള്ളത് അന്നൊക്കെ എന്താ പറയുക, ഈ ആൾക്കാരൊക്കെ നെറ്റി ചുളിക്കുകയും കണ്ണു തുറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അമ്മ കാര്യമാക്കിയിട്ടില്ല. അതൊക്കെ ആൾക്കാർക്ക് എന്ത് വേണേ ഞങ്ങൾക്ക് അവരുടെ കണ്ണ്, അവരുടെ നെറ്റി ചുളിക്കുക, തറയ്ക്കുക, പറയ്ക്കുക, തുറക്കുക, എന്ത് വേണേ അവർക്ക് ചെയ്യാം. നമ്മളെ കാര്യം നമ്മൾ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം ഞാനിതിൽ നമുക്കിങ്ങനെ ചിലപ്പോൾ ആൾക്കാർ തോന്നി ഈ തമാശ പറയുക എന്നുള്ളത്. അപ്പം ആൾക്കാർ വിചാരിക്കും നിങ്ങളുടെ അമ്മ മരിച്ച സമയത്ത് നിങ്ങളിങ്ങനെ തമാശ പറയാൻ പാടുമെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ചില സമയത്ത് തോന്നുന്ന തമാശ അമ്മ ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് അങ്ങനെ കാണണമെന്ന് അങ്ങനെ പറയുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അപ്പുറത്തെങ്ങാനും നമ്മൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് ഒരു അനാദരവാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമൂഹം കൂടെ ഉണ്ട് നമുക്ക് ഇടയിലൊക്കെ ചിലപ്പം. അപ്പോൾ ഞാനുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങളെ കസിൻ ഉണ്ട്. ഞങ്ങൾ 4 പേരും അമ്മയുടെ മൃതശരീരമായിട്ട് ബോഡിയായിട്ട് ഞങ്ങൾ പാണത്തൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇത് ക്രിമേറ്റോറിയൽ വൈറ്റ് ഫീൽഡിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവറും വേറൊരാളുടെ മുമ്പിൽ കുണ്ടും കുഴിയും ഭയങ്കര തല്ലിപ്പൊളി റോഡ്. ആ റോഡ് കൂടെ ചാടി കുടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് ഡ്രൈവറിനോട് ഇത് പറയണം, 5 ആൾക്കാർ പിന്നിലിരിക്കുന്നുണ്ട്, അതിൽ ഒരാളെ മരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ അത് ഭയങ്കര സ്പീഡിൽ ആംബുലൻസ്, ബാക്കിയുള്ള 4 ആൾക്കാർ ജീവനോട് ഇരിക്കുന്നുണ്ട്, അതും കൂടെ ഒരു ഓർമ്മ വേണം ഈ ആംബുലൻസ് പോണ സമയത്തുള്ളത്. അപ്പം അതോടുകൂടി ഞങ്ങളെല്ലാവരും ചിരിച്ചു. അപ്പോൾ ഉള്ളിൻ്റെ ചിരിക്കാൻ പാടുമോ? ഒരു മരണ ദുഃഖം ആചരിക്കണ്ടേ എന്നുള്ള സാധനം. പക്ഷേ ജീവിതം അങ്ങനെയാണ്. ജീവിതം നമ്മളെ മനുഷ്യന് മറക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ വലിയൊരു കഴിവെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. മറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടല്ലേ. അല്ല, നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറിയ വിഷമങ്ങൾ മുഴുവൻ നമുക്ക് മറക്കാൻ പറ്റാണ്ട് ഈ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. സന്തോഷം മറക്കും, സങ്കടവും മറക്കും, മനുഷ്യനല്ലേ. അങ്ങനെ തോന്നിട്ട് നമ്മൾ ചിരിച്ചു. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അനിയത്തി ഒരു എന്താ പറയുക സമയത്തിനവിടെ എത്തിയില്ലെങ്കിൽ എന്താവും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു സമയമൊക്കെ ഉണ്ട് ഈ ക്രിമേറ്റോറിയത്തിൽ സമയത്തിന് എത്തുക എന്നുള്ളത്. നമ്മളെ കസിൻ ബ്രദർ പറഞ്ഞു സമയത്തിന് എത്തുക എന്ന് പറഞ്ഞാൽ എത്തേണ്ട ആൾ ഇവിടെയല്ലേ, ബോഡി നമ്മുടെ അടുത്താണല്ലോ. എല്ലാവരും കൂടിയിട്ട് സമയത്തിന് എല്ലാ ആൾക്കാരും എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞു അല്ല നീ അവിടെ നിൽക്കുന്ന വേറെ ആരെയും ബോഡി വന്നിട്ടില്ല, അപ്പോഴത്തെ ബോഡി നമുക്ക് കിട്ടാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആരെയും പിടിച്ച് കത്തിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ചിലപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ലേശം അരോചകമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളുടെയൊക്കെ ചില ചിന്തകളുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചില കാര്യങ്ങൾ എന്നുള്ളത്.
അതിൽ നിന്ന് മാറി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പം ആൾക്കാർ തമാശ മനസ്സിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ തുറന്ന് പറയില്ല, സങ്കടം വരുമ്പോൾ തുറന്ന് പറയില്ല, ആ വിഷമം വരുമ്പോൾ കരയില്ല, സന്തോഷം വരുമ്പോൾ ചിരിക്കില്ല. ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ശരിയല്ല റൂൾ അനുസരിച്ച് ജീവിക്കേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. എന്നെയൊക്കെ എൻ്റെ അമ്മ എന്നെ അനിയത്തിരി പഠിപ്പിച്ചിട്ടുള്ള സാധനത്താണ്. അതായത് സമൂഹം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നമ്മളതിലാണ് ജീവിക്കുന്നത്. അവിടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടും ചെയ്യേണ്ടി വരും. ബാക്കി ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തണ്ട. നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് ജീവിക്കുക, ആർക്കും ദോഷമൊന്നും ചെയ്യാണ്ട് അങ്ങ് പോകുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ അനദർ തിങ് ഇസ്, നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അതൊക്കെ വലിയൊരു ഫാക്ടറാട്ടോ. എൻ്റെ അനിയത്തിക്ക് അതെ ഓഫീസിൽ പോവുക, അത് റിലേഷൻഷിപ്സും വർക്കിനോടുള്ള താല്പര്യവും അവിടെയുള്ള വർക്കിനോടുള്ള അവിടെയുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രിവിങ് പ്രോസസ്സ് ഈസിയർ ആക്കാൻ വേണ്ടി നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് എളുപ്പം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് വർക്ക് വരുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മുമ്പേ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാതെ തോന്നുന്നൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ, ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ മുമ്പേ ചെയ്ത വീഡിയോസ് അല്ലാണ്ട് ഐ എം ഫീലിംഗ് എന്തിനാണ് ചില കാര്യങ്ങൾക്കൊരു അർത്ഥമില്ലായ്മയും ചില കാര്യങ്ങൾ അർത്ഥം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്. സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കാൻ അധികം താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ, അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു റിതം തെറ്റി ആ റിതം തിരിച്ച് പുതിയൊരു റിതം നമ്മളിലേക്ക് വന്നു വിടുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് കൂടി വരും. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെ ലൈഫ് നമ്മൾ പുതിയൊരു താളത്തിനനുസരിച്ച് ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സംതിങ് ന്യൂ വിൽ കം ടു അസ് എന്നുള്ളതാണ്. അങ്ങനെ ഓഫീസിൽ വളരെ കൺസിഡറേറ്റ് ആണ് ആൾക്കാർ. ഞാൻ ലിങ്ക്ഡിനിൽ എഴുതിയിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പം ആൾക്കാർ വന്നു സംസാരിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മാതിരി തന്നെ ഞാൻ ആൾക്കാരോട് കാര്യങ്ങൾ പറയുമ്പം അപ്പോഴാണ് ഇന്നലെ ഞങ്ങളിങ്ങനെ ഓഫീസിലൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് വേറൊരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഇസ് ഇറ്റ് ഓക്കെ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എങ്ങനെയാണ് എനിക്ക്. കാരണം നമ്മളുടെയൊക്കെ ഒരു വലിയൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം നമുക്ക് പലപ്പോഴും ഉറപ്പില്ല. ഒരു താങ്ക് യു പറയേ, അതായത് നമ്മൾ വി സ്റ്റാർട്ട് ഷൈയിങ്. നമുക്കൊരു എന്തോ അയ്യോ സോറി ഞാൻ അത്രയ്ക്കൊന്നുമില്ല എന്ന് പറയുന്നവർ. പക്ഷെ അതേമാതിരി തന്നെ ഒരാൾക്കൊരു വിഷമമുണ്ടായിരുന്ന മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണോ എന്തെങ്കിലും, അല്ലെ നമ്മളെ അവരെ ഇഗ്നോർ ചെയ്യണോ, അല്ലെ നമ്മളെ അവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ആക്കണോ, എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം വെച്ചാൽ പലപ്പോഴും നമുക്കൊരു ഓഫീസിൽ ഒരു 20 ആൾക്കാർ അറിഞ്ഞു വിചാരിക്കുക നമ്മളുടെ അമ്മ മരിച്ച കാര്യം. ആ 20 ആൾക്കാർ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരും വന്നിട്ട് കണ്ടോളൻസ് തന്നെ നമ്മളിത് മറക്കാൻ സമ്മതിക്കാണ്ടപ്പോൾ പിന്നാലെ കൂടിക്കിടക്കുന്ന മാതിരി നമുക്ക് തോന്നും അല്ലേ. അതായത് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിട്ട് കണ്ടോളൻസ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആകെ തന്നെ അമ്മ മരിച്ചില്ലല്ലോ, ആകെ ഒരു ഇത് വരും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ടത്. ആൻഡ് ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ആൻഡ് ദെൻ ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി ആർ ടോക്കിംഗ്. കാരണം അപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാൻ പോകുന്നതാണ്, പയ്യന ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാൻ പോകുന്നതാണ്. മുപ്പരെ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോയി. ഗിൽട്ട് പലപ്പോഴും തോന്നും. ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അയാളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന സമയങ്ങൾ നമ്മൾ ആവശ്യത്തിന് വിനിയോഗിച്ചില്ല. അപ്പം എൻ്റെ ധാരാളം ഗിൽട്ട് പശ്ചാത്താപങ്ങൾ എനിക്കുണ്ട്. എൻ്റെ സമയം വേറെ പല രീതിയിലും ഉപയോഗിക്കാമായിരുന്നു. ഇനി അതില്ല എന്ന് പറയുന്ന സമയത്താണ് ഗിൽട്ട് വരിക. പക്ഷേ ഗിൽട്ടിനും വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ആ ഗിൽട്ട് ട്രിപ്പിൽ പോയി ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ പിന്നിലേക്ക് നോക്കിയിട്ട് പറയുക ചെയ്തത് ശരിയായില്ല, മോശമായിപ്പോയി എന്ന് പറയും. ഇനി അത് ചെയ്തത് ശരിയാണെന്ന് നോക്കുക പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറെ ഒന്ന് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഈ ഗിൽട്ടി ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ടേ ഇരിക്കുമെന്നുള്ളത് നമ്മളിതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഇതാവണം. എൻ്റെ അമ്മ പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാനും പെർഫെക്റ്റ് അല്ല, ഈ കേൾക്കുന്ന നിങ്ങളും പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് അല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ നമ്മളുടേതായിട്ടുള്ള ഇഡിയോസിൻക്രസീസ്, നമ്മളേതായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഗുണങ്ങളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ആൾക്കാരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആൾക്കാരുമായി ശണ്ട കൂടിയിട്ടുണ്ട്, ആൾക്കാരുമായിട്ട് നമ്മൾ ചിലപ്പോൾ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വളരെ ഇതായി പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഇത് നടക്കുന്നത് ബുധനാഴ്ചയാണ്, അല്ല ചൊവ്വാഴ്ച രാത്രി, ബുധനാഴ്ച ഏർലി മോർണിംഗ് ഇന്ത്യൻ സമയം. അപ്പോൾ എൻ്റെ വെള്ളിയാഴ്ച രാവിലെ അമ്മ വിളിക്കുകയാണ്, അമ്മയുടെ വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാവിലെ എനിക്കൊരു അപ്പോഴത്തേക്ക് കോളിലേക്ക് കിടക്കണം. അമ്മ വിളിച്ചു, ഞാൻ അമ്മയുടെ അമ്മയെ ഞാനൊരു കോളിലേക്ക് കിടക്കുന്നു. ശരി, ഞാൻ എന്തോ തിരക്ക് കാരണം എനിക്ക് അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയാണ് ICUലാണ്. തിങ്കളാഴ്ച അമ്മ വിളിക്കുന്നു. തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച, നമ്മൾ സീക്വൻസ് ഇതാ വേണം. വെള്ളിയാഴ്ച അമ്മ വിളിച്ചു, സംസാരിച്ചു. കാരണം മോനെ കൊണ്ടാക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഞാൻ ആ മോനെ കൊണ്ടാക്കുക. അപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചു. വെള്ളിയാഴ്ച ശരി ഞാൻ വിളിച്ചില്ല, സ്വതവേ വിളിക്കുന്നതാണ്. ആ ശനി ഞായർ എന്തോ തിരക്കായിട്ട് പോയി. തിങ്കളാഴ്ച അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ തിരക്കായിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ചൊവ്വാഴ്ച രാവിലെ ഒരു 5 മണിയായപ്പോഴാണ് അനിയത്തി വിളിക്കുന്നത്. അപ്പോൾ അമ്മേനോട് സംസാരിച്ചു, അമ്മ ICUലാണ്. പിന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം വിളിച്ചപ്പം അപ്പം ഈ എന്താ പറയുക ഓക്സിജൻ്റെ മാസ്കൊക്കെ വെച്ചിട്ട് ഒക്കെ പറയുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അന്ന് രാത്രി അമ്മ മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശനിയാഴ്ച വിളിക്കായിരുന്നു, ഞായറാഴ്ച വിളിക്കായിരുന്നു, തിങ്കളാഴ്ച വിളിക്കായിരുന്നു. ഞാൻ 30-ാം തീയതി നാട്ടിൽ പോകാനിരുന്നതാണ്. നവംബർ 30-ാം തീയതി അല്ല ഒക്ടോബർ 30-ാം തീയതി നാട്ടിൽ പോയിരുന്നതാണ്. അപ്പോഴാണ് ഒക്ടോബർ 23 നടക്കുന്നത്. ഒക്ടോബർ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉഷ എൻ്റെ വൈഫിന് നാട്ടിൽ പോയിരുന്നു. അമ്മയുടെ കൂടെ പോയിട്ട് 2 ദിവസം സ്പെൻഡ് ചെയ്തു. എനിക്കും പോകായിരുന്നു. ഇതൊന്നും നമ്മൾ അറിയില്ല. ചിലപ്പോൾ 30-ാം തീയതി പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതുണ്ടാവുക. നമ്മളെ കൺട്രോളിലല്ല ഈ സാധനങ്ങളൊക്കെ എന്നുള്ളപ്പോൾ നമുക്ക് കൺട്രോളിലല്ലാത്ത സാധനങ്ങളുടെ മുകളിൽ ഒരു കാരണം കണ്ടെത്താൻ, റീസൺ കണ്ടെത്താൻ, നമ്മളെ ഗിൽട്ട് കണ്ടെത്താൻ, ഇതൊക്കെ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു നമ്മളുടെ ചില പരിമിതികളാണ്. അത് വെച്ചിട്ടൊക്കെ നമ്മൾ ജീവിക്കാൻ. പക്ഷേ നമ്മളാരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. അവർ ചിലപ്പോൾ ഞാനും അവരും തമ്മിലുള്ള ഭയങ്കര തല്ലുകൂടൽ, അത് ആ വ്യക്തികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ചിലപ്പോൾ അത് വിഷമം വരും, ഞാൻ തല്ലുകൂടിയിട്ടുണ്ടായിരുന്നല്ലോ അയാളായിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്നും പെർഫെക്റ്റ് അല്ലാത്തോടത്തോളം കാലം നമ്മൾക്കിടയിലൊക്കെ കോൺഫ്ലിക്റ്റും സ്വരച്ചേർച്ചയില്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ മുകളിലുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു 3-4 മാസം മുമ്പേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്ത്, കൊളീഗ് എന്നോട് പറഞ്ഞു, അതായത് അയാളുടെ കേസ് ഞാൻ കഴിഞ്ഞ ദിവസം അയാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുമായിരുന്നു യുവർ ഗുഡ് ദാറ്റ് യു ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. കാരണം അയാളുടെ അച്ഛനായിട്ട് അയാൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അയാൾ അച്ഛനായിട്ട് അയാൾ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അച്ഛനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു അത്ര. അപ്പം അച്ഛനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് പിന്നെ 3 വർഷം അയാൾ അച്ഛനോട് മിണ്ടിയില്ല. അച്ഛൻ മരിക്കുകയത് കാണുകയും ചെയ്തില്ല. അച്ഛൻ 3 വർഷത്തേക്ക് ഇവിടെ തന്നെയായിരുന്നു, അമേരിക്കയിൽ തന്നെയാണ്. അപ്പം അയാളത് പറയുന്ന സമയത്ത് തന്നെ അയാൾ ഭയങ്കര വിഷമത്തിലാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഈ ദേഷ്യം പിടിക്കുന്നതും ആൾക്കാരോടുള്ളൊരു ഹെയ്റ്റ്രഡും വിരോധവും കാര്യങ്ങളൊക്കെ അതിനൊന്നൊരു പ്രസക്തി ഇല്ല എന്നുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞ്, അത് അമ്മ അച്ഛൻ എന്നുള്ളതൊന്നുമല്ല കേട്ടോ, ഏതൊരാളുമായിട്ടുള്ള സാധനത്തിന് ഒരു പ്രസക്തി ഇല്ലാതെ ആവുകയാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കാരണം നമ്മളുടെ ശരികളിൽ നിന്നുകൊണ്ട് വേറൊരാളുടെ തെറ്റുകളെ നോക്കിക്കണ്ട് വിലയിരുത്തി ജഡ്ജ് ചെയ്തിട്ടൊക്കെ പോകുന്നൊരു സംഭവമാണ്. അപ്പം അങ്ങനെ പുതിയൊരു റിതമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ അല്ല, ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ then I thought, okay, right, let me do a video. I know it's long, 10 മണിക്കൂറൊക്കെയായി. ഇറ്റ്സ് എൻ ഇവൻച്വാലിറ്റി, എന്തായാലും സംഭവിക്കുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തോട്ടുണ്ടായിരുന്നു, അമ്മ മരിക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചു പോയാൽ എന്താവും സ്ഥിതി എന്നുള്ളത്. ഇന്നാലോചിക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിഷമം അമ്മയ്ക്ക് എത്ര കണ്ടുണ്ടാവും, അത്ര വിഷമം അമ്മ മരിക്കില്ല. ഐ തിങ്ക് ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം ആൾക്കാരെ അവരുടെ കുട്ടികൾ മരിക്കുക എന്നുള്ളത്. അത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ്സ് വെരി എക്സ്ട്രീംലി പെയിൻഫുൾ. ആൻഡ് അമ്മയ്ക്ക് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ മുകളിൽ നമുക്കൊന്നും വലിയൊരു ആയുസില്ല എന്നുള്ള രീതിയിൽ
പല പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആൻഡ് ഐ ഹവ് തോട്ട്, അമ്മേൻ്റെ എന്നോടൊരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകാൻ കുറേ കാലം എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു കഥ ഉണ്ട് അങ്ങനെ. നമുക്ക് കഥയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൃദ്ധപ്പിളായിട്ട് ഒരു വിഷമിപ്പിക്കുന്ന രീതിയിൽ അമ്മ പറഞ്ഞ് ഞാനങ്ങനെ വിദേശത്ത് പോയൊരു മകനുണ്ട്, അമ്മ കാത്തിരിക്കും, പിന്നെ അവസാനം മൃതശരീരമുള്ള പെട്ടിയാണ് വരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാടകീയമായിട്ടൊക്കെയാണ് അമ്മയും ഞാനും കൂടി സംസാരിക്കുന്ന വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നാടകീയമായിട്ട് അമ്മത് കാര്യമൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഭയങ്കര താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാവുമായിരുന്നു അമ്മയ്ക്ക്. അപ്പം നമ്മൾ ഇതൊക്കെ റാഷണലൈസേഷനാണ്. അതുകൊണ്ട് എൻ്റെ ദുഃഖം കുറയേ ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു ഇവൻച്വാലിറ്റിയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം, സാധ്യതകളുണ്ടാവാം. നമുക്ക് എങ്ങനെയായിരിക്കുമെന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. എൻ്റെ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ധാരാളം ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു. അതിൽ അവരുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫിന് തന്നെ അച്ഛനും അമ്മയും കോവിഡ് സമയത്ത് ഒരു ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് മരിച്ചു. നാട്ടിൽ പോകാനും പറ്റിയില്ല. കോവിഡിൻ്റെ പീക്ക് സമയത്താണ്. എനിക്ക് കണ്ടോളൻസ് പറഞ്ഞ എൻ്റെ ഒരു ഫോർമർ കൊളീഗ് ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ മരിച്ചതായിട്ട് ഫേസ്ബുക്കിൽ. ആൻഡ് ഇറ്റ്സ് വെരി, ഇത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് എന്നുള്ളത്. ഇത്രയും ഞാൻ പലപ്പോഴും ആലോചിക്കും അല്ലേ, ഇത്രയും ഡെഫിനറ്റായിട്ട് നടക്കുമെന്ന് ഉറപ്പുള്ളൊരു സംഭവം പോലും നടക്കുമ്പോൾ നമ്മൾ ഷോ എന്നുള്ളൊരു തോന്നൽ, എന്താ നടന്നെന്നുള്ളത്. കാരണം ഇതിനപ്പുറമായിട്ട് നമുക്കൊരു ലോകത്തെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. സ്വർഗം നരകം എന്നുള്ള ചർച്ചയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്വർഗം എത്ര നല്ല സ്ഥലമാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് സ്വർഗത്ത് പോകണമെന്നല്ല ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എൻ്റെ വിശ്വാസം, ആൾക്കാരുടെ വിശ്വാസം, അതങ്ങനെ എടുക്കാം. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളെ ഈ ഒരു ജീവിതം തന്നെയാണ്. ഞാൻ വേറൊരു ഈ ഒരു ഹോൾ പ്രോസസ്സിൽ ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, വിൽ ലൈഫ് എങ്ങനെയാണ് അംബ്ലിക്കൽ കോഡ് ലാൻഡുമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു വലിയൊരു ചോദ്യം, കേരളവുമായിട്ട് ഞാനെങ്ങനെ കണക്ട് ചെയ്യുന്നു. എനിക്കിതാ ഈ വീഡിയോ, സാമൂഹ്യ മാധ്യമം, ഇതൊക്കെയാണ്. അതല്ലാണ്ടുള്ള നേരിട്ടുള്ള കണക്ഷൻ എന്നുണ്ടെങ്കിൽ അനിയത്തിയും അമ്മയും വഴിയാണ്. അനിയത്തി അവിടെ ഉണ്ട്. ഞാൻ ഏപ്രിലിൽ ഓൾറെഡി ഞാൻ ഫെബ്രുവരിക്ക് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ആ ടിക്കറ്റ് അവിടെ ഉണ്ട്. ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരും. കാരണം 3 പ്രാവശ്യം നാട്ടിൽ വരണം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, അമ്മയുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളൊക്കെ തീരുമാനിച്ച ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്തേക്ക് നമുക്ക് ആ സമയം അത് പോരാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. ബട്ട് എനിവേ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദീസ് തോട്ട്സ് വിത്ത് യു. ആൻഡ് വാട്ട് എവർ ഹാപ്പൻസ്, ഇതൊക്കെ മറക്കാനും ഈ ഗ്രീവിങ് പ്രോസസ്സിൽ നിന്നൊക്കെ മാറാനും നമുക്കൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മളെ പലതും പഠിപ്പിക്കും, നമ്മളെ സ്ട്രോങ്ങറാക്കും, നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ 36 വർഷം മുമ്പ് മരിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിനോ ചിന്തകളിലോ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. കുറേ കാലം മുമ്പേ ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൈൻഡ് ഓഫ് കണക്റ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. അമ്മയുടെ കേസിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇന്ന് ചിലപ്പോൾ ഒരു 16-17 വയസ്സുള്ള സമയത്തുള്ളതിനെക്കാട്ടും കൂടുതൽ മെച്യൂരിറ്റിയും ജീവിതാനുഭവങ്ങളും ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിതത്തിൽ നോക്കിക്കാണുന്നതും ആ ജീവിതം ഇനിയുള്ള ശിഷ്ടകാലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കാൻ മതി. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ തിങ്സ് ഗോ. എനിവേ, ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു. അത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആവശ്യമായിട്ട് എനിക്ക് 2 ദിവസമായിട്ട് തോന്നുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഐ വിൽ സീ യു ഓൾ അഗെയിൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.